ചിലർക്കൊക്കെ നമ്മുടെ സിലബസ് കാണുമ്പോൾ ഒരു ടെൻഷൻ, പിന്നെ പ്രിലിംസ്, മെയിൻസ് അതൊക്കെ കാണുമ്പോൾ ആലോചിക്കുമ്പോഴേ ടെൻഷൻ, തുടങ്ങും മുന്നേ പിൻവാങ്ങുന്ന ചിലർ. സാർ എന്താണ് പറയുന്നത്? അതായത് പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് PSC പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും, പെട്ടെന്ന് കിട്ടുന്നത് എന്താണ് എന്നാണ് ചിലരുടെയൊക്കെ ചോദ്യം. ഒരു സർക്കാർ ജോലിയിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് സേഫ് ആണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, ഞാൻ ഡിഗ്രി ജസ്റ്റ് പാസ്സാണ്. അപ്പൊ അവർ വിചാരിക്കും ഡിഗ്രി ജയിച്ചത് തന്നെ എന്റെ ഭാഗ്യമാണ്. അപ്പൊ ഞാനൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാം എങ്ങനെ ചെയ്യും? നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നവംബർ 19 ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്നിരിക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലും പഠിക്കാനിരിക്കുന്നവരുടെ മനസ്സിലുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. ചിലരൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട്. അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ കൺഫ്യൂഷനാണ്, ഇനി എന്ത്? അപ്പൊ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് മാറ്റാം. ആദ്യം തന്നെ ഉള്ളത് ചിലരുടെ ചോദ്യം, ഇനി തുടങ്ങിയാൽ മതിയോ എന്നാണ്. ചിലർക്കൊക്കെ നമ്മുടെ സിലബസ് കാണുമ്പോൾ ഒരു ടെൻഷൻ, പിന്നെ പ്രിലിംസ്, മെയിൻസ് അതൊക്കെ കാണുമ്പോൾ ആലോചിക്കുമ്പോഴേ ടെൻഷൻ, തുടങ്ങും മുന്നേ പിൻവാങ്ങുന്ന ചിലർ. സാർ എന്താണ് പറയുന്നത്? എനിക്ക് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ്, വളരെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. കാരണം നമ്മുടെ കമന്റിന്റെ സെക്ഷനൊക്കെ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, വലിയ ഗ്രൂപ്പാണ് അത്. അപ്പൊ അവരോട് പറയാനുള്ളത്, എപ്പോഴും ഏതൊരു കാര്യത്തിനും ഒരു തുടക്കം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലേ? തുടക്കം ഉണ്ടാവും, തുടക്കം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഫോർ എവറിത്തിങ് ദർ ഇസ് എ ബിഗിനിങ്. ഇത് ബിഗിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളൂ, ഒന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാംസിന് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾ നല്ലൊരു പ്രിപ്പറേഷൻ കുറവ് അല്ലെങ്കിൽ നമ്മൾ ഈസി ക്രാക്കബിൾ എന്നൊരിക്കലും ചിന്തിക്കരുത്. പക്ഷെ 2026 ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഡിഗ്രി ലെവലായിട്ടുള്ള ജോലികൾ സ്വപ്നം കാണുന്ന കുറച്ചധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാ വർഷവും മാക്സിമം പോയാൽ 1500 അല്ലേ മിസ്സേ? 1500, 2000. കാരണം നമുക്ക് എപ്പോഴും വരുന്നതാണ് നമ്മുടെ SIയുടെ പോസ്റ്റ്, അല്ലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലെയുള്ള കുറച്ചധികം പോസ്റ്റുകൾ നമുക്ക് സ്ഥിരം എല്ലാ വർഷവും ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അതിനോടൊപ്പം ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് വന്നതുപോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 1500-നകത്ത് നിൽക്കും നമ്മുടെ ഡിഗ്രി ലെവൽ വഴി വരുന്ന അഡ്വൈസുകളുടെ എണ്ണം. പക്ഷെ 26 കഥ അതല്ല, വളരെയധികം വ്യത്യസ്തമാണ്. നമുക്ക് ഒരു 3000-ലധികം 4000-ന് അടുപ്പിച്ച് നമ്മുടെ കമ്പനി ബോർഡ് മാത്രം പ്രതീക്ഷിച്ചാലും അതിനോടൊപ്പം വരുന്ന മറ്റ് ഇതര യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ നമ്മുടെ SBCAD, അതുപോലെ നമ്മുടെ CAT-ലേക്കുള്ള എക്സാമിനേഷൻ, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഒരു മാജിക്കൽ ഇയറാണ് 2026. അപ്പോൾ ഇനിയും നിങ്ങൾ തുടങ്ങണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് തുടങ്ങിയ ആൾക്കാരാണ് അല്ലെ ഈ ഒരു സ്ട്രീക്കിലേക്ക് വന്ന് അഡ്വൈസ് കൈപ്പറ്റിക്കൊണ്ട് പോയിട്ടുള്ളത്. ആലോചിക്കാൻ സമയമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. തുടങ്ങുക. നിങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, ഏകദേശം ഒരു 2 ലക്ഷത്തോളം പേരാണ് അപേക്ഷിക്കുന്നത് അല്ലെ? 2 ലക്ഷത്തോളം പേര്. അപ്പൊ അതെ. അപ്പൊ 2 ലക്ഷത്തില് 2000 ആകുമ്പോ 100-ൽ ഒരാൾക്കായി, അപേക്ഷിക്കുന്ന 100-ൽ ഒരാൾക്ക് ജോലിയാണ്. അപ്പൊ ഇവിടെ 4000 ആകുമ്പോ 100-ൽ 2 പേർക്ക് ജോലി കിട്ടുന്ന, അതായത് അപേക്ഷിക്കുന്ന ആൾക്കാരിൽ 100-ൽ 2 പേർക്ക് ജോലി കിട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എപ്പോഴും അപേക്ഷിക്കുന്ന ആൾക്കാരെല്ലാം സീരിയസ് കാൻഡിഡേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് ഒക്കെ എടുത്ത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അപേക്ഷകരുടെ ഒരു 10 to 15% ആണ് സീരിയസ് ആയിട്ട് കാണുന്നത്. ഇത് വേണം എന്ന രീതിയിൽ അതിൽ തന്നെ പലരും പകുതിയിലെത്തുമ്പോ നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. അടുത്ത് തുടങ്ങാത്ത ആൾക്കാരുടെ പറയാനുള്ളത്, നിങ്ങൾ തുടങ്ങുക. തുടങ്ങുന്നതിന് മുന്നേ വളരെ വലിയൊരു തീരുമാനം എടുക്കുക. തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എല്ലാം നമ്മുടെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല. ഒരുപാട് സൈക്കോളജി ആസ്പെക്ട്സ് ഉണ്ട് നമുക്ക് ഒരു മത്സര പരീക്ഷാ വിജയത്തിൽ. കാരണം നമ്മൾ ഡിസിഷൻ എടുക്കുക, അതുപോലെ അതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശീലങ്ങളിൽ വലിയ വ്യതിയാനം ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൈക്കോളജി ആയിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനു മുന്നേ ഏതെങ്കിലും മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തുടക്കത്തിലുണ്ടായ ആ ചൂട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും, അതിനൊക്കെ അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഈ അവസരത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് ടീം തന്നെയുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് പോകുന്നുവോ അവിടെ നിന്ന് നിങ്ങളെ പിടിച്ച് എഴുന്നേപ്പിച്ച് വീണ്ടും ഓട് എന്ന് പറയാൻ ഒരു ബെസ്റ്റ് ടീം ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇരുന്ന് കൊടുത്താൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഗ്രോത്ത് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക. തുടങ്ങാത്ത ആൾക്കാരുടെ ഇതാണ് പറയാനുള്ളത്. സാർ, ഇനി പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോടൊപ്പം തന്നെ വേറൊരു കൂട്ടരുണ്ട്,
ഇനി സമയമുണ്ടല്ലോ, ഇപ്പോഴേ തുടങ്ങണോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാനിച്ചിട്ടില്ല, അത് കഴിഞ്ഞ് ഇനിയും സമയമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന കൂട്ടരൂടെ ഉണ്ട്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ക്വയറീസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ അടുത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ചെറിയൊരു കഥയാണ് പറയാനുള്ളത്. എപ്പോഴും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിവാർഡ് വേണം, അല്ലെ? നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണിത്. അപ്പൊ നിങ്ങള് നമ്മുടെ ഒരു ചൈനീസ് സ്റ്റോറി ഉണ്ട്, ഒരു ബാംബു വളർത്തിയ സ്റ്റോറി ഉണ്ട്. ബാംബു ചൈനീസ് ബാംബു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഉള്ള ഒരു മരമാണ്. അപ്പോൾ ചൈനീസ് ബാംബു വളർത്താൻ വേണ്ടി ഒരു കർഷകൻ തീരുമാനിക്കുന്നു. അപ്പൊ ഈ കർഷകൻ ചൈനീസ് ബാംബുവിന്റെ കുറെ വിത്തുകൾ എന്ത് ചെയ്യുന്നു, നടുന്നുണ്ട്. അപ്പൊ ഈ നട്ട് സ്ഥിരമായിട്ട് തന്നെ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. 1 വർഷമായി, 2 വർഷമായി, ഈ കർഷകൻ ഇതൊന്ന് പിൻവാങ്ങുന്നതേ ഇല്ല. അപ്പൊ ഇത് കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ചൈനയിൽ ഈ ബാംബു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. ഇയാള് വട്ടാണ്, ഇയാള് നിർത്തിയിട്ട് കാര്യമില്ല, കളിയാക്കലും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ കർഷകൻ ഇതിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിത്തുകളെല്ലാം കിളിക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് 5 വർഷം കൊണ്ട് വളരേണ്ടുന്ന ആ വേഗതയിൽ ആണ് പിന്നെ ചൈനീസ് ബാബുവിന്റെ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോ നമ്മൾ ഈ സക്സസ് കാണുന്നത് എപ്പോഴായിരിക്കും? ഇത് പുറത്തു വരുമ്പോഴത്തേക്കായിരിക്കും. നമ്മൾ നീരജ് ചോപ്ര, അല്ലെ? നീരജ് ചോപ്രയെ കുറിച്ച് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? അദ്ദേഹം ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ വാങ്ങുമ്പോഴത്തേക്കാണ്. പക്ഷെ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി, അദ്ദേഹത്തിന്റെ പെയിൻ, അദ്ദേഹത്തിന്റെ എഫേർട്ട്, ഇത് പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനുശേഷമാണ് അനുമോദനങ്ങളും. അതെ, നമ്മുടെ ഒളിമ്പിക്സ് തന്നെ നീരജ് ചോപ്രയിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരു ബാംബു ഷൂട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് നിരന്തരം നിങ്ങൾ വെള്ളവും വളവും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കമ്മിന് വേണ്ടി നിൽക്കരുത്. അത് പെട്ടെന്ന് പോകും. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ കൊമുലേറ്റീവ് ആയിട്ട് നിങ്ങൾ ഓരോ ദിവസം ഇടുന്ന എഫേർട്ടിനും നിങ്ങൾക്കൊരു ഔട്ട് വരാനുണ്ട്. അത് ഇട്ട് തുടങ്ങിയാലേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. അതാണ് എനിക്ക് ഈ രണ്ടാമത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്. അതായത് അവരുടെ ഒരു മനസ്സിൽ ഞാൻ ഇത്രയും പഠിച്ചല്ലോ, കുറച്ചൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കും മെയിനായിട്ടും ഇങ്ങനെ ഒരു ചിന്ത. അപ്പോൾ ഞാൻ ചെന്ന് എക്സാം എഴുതുമ്പോൾ ഏകദേശം എല്ലാം എനിക്കറിയാവുന്നത് തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസിൽ എഴുതിയിട്ട് വന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫെയിലിയർ ആണ് ഇരിക്കുന്നത്. നമ്മൾ ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, 3000 ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 4000 വേക്കൻസി വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരിക്കും, അല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അത് ഇത്തവണ ആവർത്തിക്കായിരിക്കും. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് PSC പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും. പെട്ടെന്ന് കിട്ടുന്നത് എന്താണ് എന്നാണ് ചിലരുടെയൊക്കെ ചോദ്യം. ഇപ്പൊ തൊട്ട് മുന്നേ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലെ? ചൈനീസ് ബാംബുവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു കുറച്ചധികം കാരണങ്ങളുണ്ട്. കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, അതെല്ലാം വെബിനാറിലും ഗൂഗിൾ മീറ്റിലൊക്കെ നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം, പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു പ്രൈവറ്റ് ജോലി നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് പോകാനും അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളത് അവിടെ എക്സെല് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എവിടെയാണെന്നുണ്ടെങ്കിലും. പക്ഷെ സർക്കാർ ജോലിയിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 60 വയസ്സ് സേഫ് ആണ്. ആ സേഫ്റ്റി തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ഇൻ കേസ് നമുക്ക് വേറെ എന്തെങ്കിലും അപകടം വന്നാലോ, എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ലൈഫ് ടൈം നമുക്കൊരു സെറ്റിൽമെന്റ്. അത് ഒരാള് മാത്രമല്ല, ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമ്പോ ഒരു കുടുംബം കംപ്ലീറ്റ് രക്ഷപ്പെടുകയാണ്. അതിനി നമുക്ക് ചിലര് ഫിനാൻഷ്യലി ഒരുപാട് ബാക്കിലോട്ടുള്ളവരായിരിക്കും. അവര് തന്നെയും എന്ന് വെച്ചാൽ ആൾക്ക് ജോലി കിട്ടുമ്പോ പിന്നെ ആളുടെ കാര്യം നോക്കണ്ട, ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി അയാൾ ഏറ്റെടുത്ത് ആ ഒരു രീതിയിലോട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമുക്ക് ലോങ് ടേം സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും വേഗം കിട്ടുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെയൊക്കെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട്, ഒത്തിരി വിയർപ്പുണ്ട്. ഓക്കെ സാർ, അടുത്തതാണ് ചിലർ വിളിക്കുന്നുണ്ട്, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, ഞാൻ ഡിഗ്രി ജസ്റ്റ് പാസ്സാണ്, ഡിഗ്രി ജയിച്ചതേ എന്റെ ഭാഗ്യം, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുറച്ചുപേരുണ്ട്. അപ്പൊ അവർ വിചാരിക്കും ഡിഗ്രി ജയിച്ചത് തന്നെ എന്റെ ഭാഗ്യമാണ്, അപ്പൊ ഞാനൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാം എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരവും ഇച്ചിരി ഡീറ്റെയിൽഡ് തന്നെ ആയിരിക്കും. അപ്പൊ ആരാണ് ആവറേജ് സ്റ്റുഡന്റ് എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളെ കൂടെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടിരുന്ന് പഠിച്ച ആൾക്കാരിൽ പലരും സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. കാര്യം ശരിയല്ലേ? ആണ്, കൂടുതലും അങ്ങനെയുള്ളവരാണ്, കൂടുതലും ഗവൺമെന്റ്. എന്നെ സംബന്ധിച്ച് ഞാൻ 22ാമത്തെ വയസ്സിൽ 19-20 വയസ്സുകളിലാണ് ആദ്യം PSC പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഒരു 3 PSC പരീക്ഷയ്ക്കാണ് സീരിയസ് ആയിട്ട് അന്ന് കുറച്ച് ഫാമിലി, അച്ഛന് സുഖമുണ്ടായി, പെട്ടെന്ന് ജോലി വേണം.
അങ്ങനെ പ്രിപ്പയർ ചെയ്ത് എഴുതാണ്. അപ്പോൾ ഞാൻ എഴുതിയ 3 റാങ്ക് ലിസ്റ്റിലും വരെയുണ്ടായി. അപ്പോൾ എന്നേക്കാൾ ആദ്യമായിട്ട് നമുക്ക് ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിൽ ജോലി മേടിച്ചത് ഏറ്റവും ബാക്ക് ബെഞ്ചേഴ്സ് ഇരുന്ന 2-3 കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ബാക്കിലോട്ട് നോക്കി അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു PSC കോച്ചിങ് മേഖലയിലേക്ക് വന്നിട്ടുള്ള ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലായി എന്നെ കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ അന്ന് പഠിച്ചത് ആരായിരുന്നേനെ. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന PSC ഒക്കെ പഠിച്ച് തെളിഞ്ഞിട്ടുള്ള പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം ഇതായിരിക്കും. എന്താ അവരുടെ റിയൽ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കുന്നത് അവന്റെ ഒരു നീഡ് ഉള്ളിൽ കയറിയിട്ട് അവൻ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കാണ്. ശരിക്കും നിങ്ങൾ ആവറേജ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാർക്ക് അല്ല എന്നുള്ളതാണ്. നിങ്ങൾ 1ാം ക്ലാസ്സിലെ പെർഫോമൻസോ 10ാം ക്ലാസ്സിലെ പെർഫോമൻസോ ഡിഗ്രിയുടെ പെർഫോമൻസോ അല്ല നിങ്ങൾ ആവറേജ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ തീവ്രതയാണ്. എല്ലാ പേരും ഏതൊരു വിജയിച്ച ആളാരാണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം ഉള്ളിലൊരു ബേണിംഗ് ഡിസയർ എന്ന് പറയും, എരിയുന്ന ഒരു അതിയായ ആഗ്രഹം, അത്യാഗ്രഹം അവരുടെ എല്ലാവരും ഉള്ളിലുണ്ടായിരിക്കും. ഈ ഡിസയറിന് മാത്രമേ നിങ്ങളെ ഉറക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ ദിവാസ്വപ്നം കാണുന്നത് പിന്തിരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ചധികം സൈക്കോളജിക്കൽ ടെക്നിക്സ് എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് വെബിനാർ സെഷൻസ് ഡിസ്കസ് ചെയ്യാം. ഒറ്റ കാര്യം ഓർക്കുക, എപ്പോഴും ആൾക്കാർ പറയും താങ്ങാൻ ആളുള്ളതിന് ക്ഷീണം ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് താങ്ങാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ല, നിങ്ങൾ പഠിക്കും. അത് നമ്മുടെ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ എബോ ആവറേജ് ആണോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എല്ലാരും മുന്നോട്ട് വരിക, പക്ഷെ യു ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ. ഡിഗ്രി ഉണ്ടോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുക, ഡിഗ്രി ഉണ്ടോ അത്രേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഡിഗ്രി ഉള്ള എല്ലാവരും ഈ ഒരു അവസരത്തിന് വേണ്ടി ഇറങ്ങുക. സഹകാരിയുടെ ക്ലാസ്സുകളുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാത്രം അവകാശപ്പെട്ടൊരു രീതിയാണത്. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും വെബിനാർ സെഷൻസിലൂടെ മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അതൊരു 1-to-1 മീറ്റിംഗ് ആണ്, ഞങ്ങൾ തന്നെ ഉണ്ടാവും മീറ്റിംഗിൽ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുക. നമ്മുടെ ക്ലാസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ആ മീറ്റിംഗിൽ പങ്കെടുക്കുക. പങ്കെടുത്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് പോലെ പഠിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം നമുക്ക് കോഴ്സിലേക്ക് വരാം. ഉറപ്പായിട്ടും സെഷനിൽ പങ്കെടുക്കാം. സെഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾ വേറെ ചെയ്യേണ്ട താഴെ ഒരു നമ്പർ കൊടുക്കും. ആ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന കോഡും കൂടെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് നേരിട്ട് സംവദിക്കാം. താങ്ക് യു.